ഇതൊക്കെ കണ്ട തമിഴ്നാട് കേരളം ഉണക്കി ഇരിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ ഈ പ്രദേശമൊക്കെ ഒന്ന് നോക്കി, എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാ എല്ലാം. ഇത് വേറെ സ്റ്റേറ്റ് ആയിട്ടാ, പുത്രജയ എന്ന് പറയുന്നത് വേറെ സ്റ്റേറ്റാണ്. അപ്പോൾ ആ വേറൊരു സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചെക്കിംഗ് ഇല്ല. നമ്മളാണെങ്കിൽ തമിഴ്നാട് കേരള ബോർഡറിൽ പോകുമ്പോൾ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. വൺ പ്ലേസ്, സെയിം സ്റ്റേറ്റ്സ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, ബട്ട് സെയിം റൂൾസ് എവറിവെയർ. പുത്രജാൽ ലേക്കിൻ്റെ ബ്രിഡ്ജിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ലാൻഡ്മാർക്കാണിത്. രാത്രി കാണാനാണ് ഭംഗി എന്നാണ് പറയുന്നത്. ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് മസ്ജിദ്. മസ്ജിദ് അല്ലേ? അതാ മസ്ജിദ്. ഇവിടെ ഈ ലേക്ക് വഴി ക്രൂസിങ് ഉണ്ട്. ക്രൂസിങ്ങിനൊക്കെ പോവാം. അതെന്നത് അതെന്താണ്? ഓഫീസ്, ഗവൺമെൻറ് ഓഫീസ്. ഗവൺമെൻറ് ഓഫീസ്. ഇവിടെയാണ് സർക്കാർ ജീവനക്കാർ മൊത്തം താമസിക്കുന്ന സ്ഥലം. ഇത് മൊത്തം ഇവിടെ മൊത്തം സർക്കാർ ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതൽ താമസിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് കണക്ക്, തിരുവനന്തപുരം പ്രദേശങ്ങളിൽ സർക്കാർ ജീവനക്കാർ താമസിക്കുന്ന കണക്ക് അതുപോലത്തെ ഒരു സ്ഥലമാണ് പുത്രജ. ഇത് നല്ല അടിപൊളി ഗണപതിയുടെ വിഗ്രഹവും സായിബാബയുടെ ഒരു ചെറിയൊരു മാലയും തൂക്കിയിട്ടേക്കും. ദിസ് ഇസ് എ മാൻ, ദ മലേഷ്യൻ മാൻ. നമ്മൾ അബുദാബി ഗ്രാൻഡ് മോസ്കൊക്കെ പറയത്തില്ല, അതുപോലെ ഇവിടെ ഇതുപോലത്തെ ഒരു ഫേമസ് പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി വന്ന് നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ അലൗഡാണ്. നമുക്ക് കാണുകയൊക്കെ ചെയ്യേണ്ട. ഇത് കണ്ടില്ലേ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. സെയിം അബുദാബിയുടെ അതേ സെറ്റപ്പ്. അബുദാബിയിൽ ഇങ്ങനെ തന്നെ ഇതുപോലത്തെ ഒരു രാജാവിൻ്റെ ഒരു പാലസ് ഇതുപോലെ നടുക്ക് തന്നെ ഇരിക്കും. നമുക്കിങ്ങനെ കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ നല്ല രസമാണെന്നാണ് പറയുന്നത്. ഈ കൊള്ളാല്ലേ, വേർത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അങ്ങനെ പുത്രജയിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. മസ്ജിദിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ, ടിക്കറ്റ് എടുക്കുക. ഉള്ള ടിക്കറ്റ് മസ്ജിദില്ല ഫ്രീ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവാണ് ഗൈസ്. അഷ്ണം നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകും. Came here. My friend is already came here. തണ്ണി വാങ്ങല പിന്നെ 1 മണിക്കൂർ എടുക്കും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അയ്യോ പ്ലീസ്, വൈ യു ഡു ദിസ് ടു മീ? ഇതിന് തലവേദനയെന്ന് പറയുന്നത്. ഇവനിക്കും കൂടെ തണുത്ത പെപ്സി വേണമെന്ന് പറയും. ഈ തണുത്ത പെപ്സി വാങ്ങിച്ചു കൊടുത്താൽ തലവേദന വരും. അപ്പോൾ എനിക്ക് ഡബിൾ ജോലി ചെയ്താ. ഫോർ മീ ഇറ്റ്സ് എ ഡബിൾ ജോലി. ബീറ്റ് ദ ഹീറ്റ്. അവിടെ ആ പെപ്സി ഒന്നും കാണില്ല, അത് വേറെ ഐറ്റംസാണ്. ലെറ്റ്സ് ചെക്ക് ദ മാൻ. Just see if there is any water. ഐസ്ക്രീം കട അവിടെ കിട്ടും. വെള്ളം, ഡ്രിങ്ക്സ്. ഇതാണ് പുത്രജ ലേക്ക്. ഓ, അടിപൊളി ഫൗണ്ടൻ കേട്ടോ. യു ക്യാൻ സീ ദ വ്യൂ, ബ്യൂട്ടിഫുൾ. വന്നിട്ട് ഗൈസ് അവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇവന്മാർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കും. മരുന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് ആ മരുന്ന് ഇച്ചിരി വെള്ളവും വാങ്ങിച്ചു കൊടുത്ത് റെഡിയാക്കാം. ടൂറിസ്റ്റിലേക്ക് വേറെ എൻട്രിയാണ്. നമുക്ക് ഒരു വീൽ ചെയർ കിട്ടുമോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വീൽ ചെയർ ഉണ്ടെങ്കിൽ മോൾ ആ വീൽ ചെയർ കയറ്റി നമുക്ക് തള്ളാൻ. കാര്യം അവർക്ക് നടക്കാൻ വയ്യ ഒട്ടും. ട്രാവലേഴ്സ് മാർട്ട്, അതാണ് കൗണ്ടർ. എന്ത് കൗണ്ടർ അത്? ഓ, ഇതുപോലെ തുണി ഇടണം ടൂറിസ്റ്റുകാർ. അകത്ത് മസ്ജിദിലോട്ട് കയറണമെങ്കിൽ നമുക്ക് തുണി ഇടണം. അതൊന്ന് ചോദിച്ചു നോക്കാമല്ലേ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതൊക്കെ രാത്രി കാണേണ്ട സ്ഥലമാണ് കേട്ടോ. രാത്രിയൊക്കെ നല്ല ലൈറ്റൊക്കെ ഇടും. പക്ഷെ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് നാളെ അവധിയാണ് ഇവിടെ. നാളെ വെള്ളിയാഴ്ചയാണ്, പൊതു അവധിയല്ല. നാളെ എന്തോ ഒരു ഫങ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പം നാളെ ചിലപ്പോൾ ഹോളിഡേ ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ ഒരു ചില കാര്യങ്ങളൊക്കെ അടച്ചിടും. അപ്പം അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെതാ അത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ്. വീഡിയോക്കകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും അതിൻ്റെ അടുത്ത് വരുന്നു. ഞാനൊരു വീഡിയോ എടുത്തിരിക്കുക.
ദിസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. കണ്ട, ഇതെല്ലാം ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാ മലേഷ്യൻ സ്റ്റേറ്റും സബ് സ്റ്റേറ്റിൻ്റെ ഒക്കെ കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കുറേ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ ഇന്ത്യൻ ടൂറിസ്റ്റൊക്കെ വളരെ കുറവ്. എനിക്ക് തോന്നുന്നു നാളെ ഓണം ആയതുകൊണ്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആൾക്കാർ ഇറങ്ങത്തോളം തോന്നുന്നു. എന്തായാലും ഈ പ്രാവശ്യം ഓണത്തിന് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല, കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാൻ പറ്റിയില്ല. നോക്കട്ടെ ഈ വരുന്ന ദിവസങ്ങളിൽ നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ മസ്ജിദിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാം. ഏറ്റവും വലിയ ഹെഡേക്ക് എന്ന് വെച്ചാൽ മോക്ക് ഈ പനി വന്നതാണ് ഏറ്റവും കുഴപ്പം, ഞങ്ങളെ കുഴപ്പിച്ചത്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ഈ ട്രിപ്പ് നല്ലപോലെ എൻജോയ് ചെയ്ത് പോകാൻ. പക്ഷെ മോക്ക് പനി വന്നതാണ് ഇതെല്ലാം ഡിലേ ആവാനായിട്ടുള്ള മെയിൻ കാരണം. അപ്പോൾ ഹസ്ന മോൾ അവിടെ ഇരിപ്പുണ്ട്, ഒട്ടും വയ്യ, ഇല്ലെങ്കിൽ ഫുൾ ആക്റ്റീവായിട്ട് അവൾ നിന്നാൻ. ഇങ്ങനെയും പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നു. ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ കോവൺ ബ്രോന് 1 മണിക്കൂർ, എന്നിട്ട് പോലും ആ 1 മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവാക്കി കോവൺ ബ്രോ ഇവിടം വരെ വന്നു. ഞങ്ങൾ പേഴ്സണലി കെയർ ചെയ്ത് മസ്ജിദ് പുത്ര അപ്പോൾ വാങ്ങി ദേശം ഇങ്ങനെ ഇട്ട് ഫുള്ള് ബോഡിയും ഹെയറും എല്ലാം കവർ ചെയ്തിട്ട് വേണം കയറാൻ. ഞങ്ങൾക്ക് മാത്രം ഇതില്ല, എന്താ കാര്യമെന്ന് അറിയാം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിക്കർ ഇടുന്നവർക്ക്, ടീഷർട്ടൊക്കെ ഇടുന്നവർക്ക് ഇത് വെച്ച് കവർ ചെയ്യണം തോന്നുന്നു. ബാ വീൽ ചെയർ അങ്ങനെ ഡ്രസ്സ് ഈ ഒരു ഇത് ഇടണം. ഏതാ ഒരു റോബ് പോലത്തെ ഒരു സാധനം, എന്താ കണ്ടില്ല എല്ലാവരും ഇട്ടേക്കുന്നുണ്ട്, റെഡ് കളറ്. അപ്പം വെച്ച ഇങ്ങനെ ചെരുപ്പ് എല്ലാം വെക്കേണ്ട സ്ഥലം. അങ്ങനെ ഹസ്ന മോളെ ഞങ്ങൾ വീൽ ചെയറിലോട്ട് കയറ്റി. വീൽ ചെയറിൽ വെച്ച് ഞങ്ങൾ ഹസ്ന മോളെ കൊണ്ടുപോകാം. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഹസ്ന മോൾക്ക് ഒട്ടും വയ്യ. തന്നെ അവിടെ മറ്റേ അതിൻ്റെ ഇവിടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലേ, ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ്. വീൽ ചെയറിൽ നമ്മൾ മുകളിലോട്ട് കയറ്റാൻ നോക്കി. അപ്പോൾ ചെറിയൊരു പടി അതിലോട്ട് കയറുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും സ്റ്റെപ്സ്. ഇതൊന്നും ഇവിടെ മാത്രമേ ഉള്ളൂ ആക്സസ് എന്ന് തോന്നുന്നു. ഇവർക്ക് അകത്ത് കയറാനുള്ള റൈറ്റ്സ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം നോക്കട്ട്. തന്നെയും കുഞ്ഞുങ്ങളും അകത്തോട്ട് കയറിപ്പോയി. ഞാൻ എൻ്റെ ഹസ്ന മോള് മാത്രം വെളിയിൽ പുറത്ത് നിൽക്കുക. ഹസ്ന തന്നെയും വന്നതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോകാം, അതായിരിക്കും നല്ലത്. ഭയങ്കര വ്യൂ കേട്ടാ, നല്ല വലിയ പള്ളിയത്. സെക്യൂരിറ്റി മാൻ പറഞ്ഞ് ഇതുവഴി കയറ്റാൻ കുഴപ്പമില്ലാന്ന്, നിങ്ങൾ കയറ്റിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ന മോളെ അകത്ത് കാണിക്കാൻ വേണ്ടി കയറ്റാൻ പോകും. എൻ്റെ മോക്ക് ഞാൻ കാണുന്നെല്ലാം അവളും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഹസ്ന മോളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പനിയായപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകാൻ മതി. വളരെ പാടുപെട്ട് എൻ്റെ ഹസ്ന മോളെ ഞാൻ ഇതിൻ്റെ മേളിൽ നിന്ന് കയറ്റി നല്ല അണയ്ക്കുന്നു ഗൈസ്. എൻ്റെ ഹസ്ന മോളെ ഞാൻ എല്ലാം കാണിക്കും. എൻ്റെ ഡ്രീമാണ് എൻ്റെ ഹസ്ന മോളെ. ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്, വേണ്ട സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് കയറാൻ. ഞാൻ പുറത്ത് നിന്ന് തന്നെ ഹസ്ന മോളെ കാണിക്കാമെന്ന് വെച്ചു. ഇത് അടിപൊളി കേട്ടാ, നല്ല ഹ്യൂജ് സ്ട്രക്ചർ. ഉള്ളായിരുന്നു പള്ളിയില്ല. ഇവിടെ നോക്കിയാൽ നല്ല ക്ലീനായിട്ട് കാണാം കേട്ടാ. ഇതാണ് പ്രധാനമന്ത്രിയുടെ പാലസല്ല ഓഫീസ്, PMO ഓഫീസ്. ഐസ് അങ്ങനെ തന്നെ അകത്ത് കയറി. ഞാനൊന്ന് അകത്ത് കയറിയിട്ട് വരാം, അകത്ത് കയറി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. അതുവരെ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. രാവിലെ തണുത്തത് കുടിക്കില്ലെന്ന് പറഞ്ഞാൽ അതാ തണുത്തത് കുടിച്ചോണ്ടാണ്.
അങ്ങനെ ഞാൻ പള്ളിക്കകത്തോട്ട് കയറാൻ പോകാതെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാതെ ഇപ്പോൾ അതിനകത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സംസാരിച്ചുകൂടാ കേട്ടാ, സൈലൻറ്റ്, കീപ്പ് ക്വൈറ്റ്. അപ്പോൾ ഞാൻ ഒന്നും സംസാരിക്കില്ല, വീഡിയോ മാത്രം. അടിപൊളി AC കേട്ടാ. ഹസ്നമോളെ പുറത്തിരുത്തിയിട്ട് ഞാൻ പയ്യെ ക്യാമറയായിട്ട് കുറേ ഡ്രോൺ ഷോട്ട്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പള്ളിക്കകത്തൊക്കെ ഒന്നെടുത്ത് അടിപൊളിയാട്ടാ. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ വ്യൂസെല്ലാം കിടിലൻ വ്യൂസായിരുന്നു. അടിപൊളി. പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ആ പള്ളിയുടെ വെറാൻഡയിൽ വീൽ ചെയർ കിട്ടിയത് വളരെ ഉപകാരമായി കേട്ടോ. ഈ നമുക്ക് ഒട്ടും വയ്യ കേട്ടോ, കിടക്കുന്നില്ല. പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് നല്ല നീറ്റായിട്ട് കാണാം. പിന്നെ ഇതിനാണ് ഈ പുത്രജ ലേക്ക് എന്ന് പറയുന്നത്. ഇവിടെ രാത്രി ക്രൂസിംഗ് ഒക്കെ ഉണ്ട്. ഒരു എസ്കലേറ്റർ ഉണ്ട് കേട്ടോ, ആ എസ്കലേറ്റർ വഴി ഇറങ്ങി താഴോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു പോളി നമ്മൾ അങ്ങോട്ട് പോവാം. നമുക്ക് ഈ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഇരുന്നങ്ങ് തപ്പുക. നമ്മളെങ്ങനെ പോകണം, ഏത് പോകണം. പോകുമ്പോൾ നമുക്ക് വേണ്ടി കായലൊക്കെ 1-1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നത്. അപ്പം അങ്ങോട്ട് പോവാം കേട്ടോ ഗൈസ്. തോന്നേട്ടാ നമ്മൾ മുഖത്ത് ഇച്ചിരി വെട്ടം വരാൻ തുടങ്ങി. എന്തായാലും റെഡിയാട്ടെ. നോക്ക്, ഹർദേവൊക്കെ ഭയങ്കര ആക്റ്റീവ്. ഹർജീത്തിന് പെപ്സി വാങ്ങിച്ചു കൊടുത്തോണ്ടാന്ന് തോന്നുന്നു ആക്റ്റീവ്. നല്ല വർത്ത് പ്ലേസ് ആയിട്ടാ. നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെ ഇത്. കാര്യം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ, അടിപൊളി കേട്ടാ, വർത്ത് തന്നെ കേട്ടാ. ഇപ്പോൾ ക്ലൈമറ്റ് റെഡിയായി കഴിച്ചു. കുറച്ച് നേരത്തിന് മുമ്പ് ഭയങ്കര പാടായിരുന്നു, ഇപ്പോൾ റെഡിയായി. ക്ലൈമറ്റൊക്കെ നല്ല കിടിലുമായിട്ട് വരുന്നു. ഈ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ രാത്രി സമയങ്ങളിൽ വന്നാൽ ഇവിടെ ലൈറ്റൊക്കെ ഇവർ ഓൺ ചെയ്യുന്നു. ഇത് കാണുമ്പോഴേ നമ്മൾ ആ ഗുജറാത്തിലെ പാലം കണക്ക് ഇരിക്കും. ഇത് സെയിം അതുപോലെയൊക്കെ ഇരിക്കുക ആ പാലം. ഏത് പാലമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് ഓർമ്മ വരുന്നില്ല. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിലോട്ട് താഴോട്ട് പോവുകയാണ്. ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട് താഴോട്ട്, നമ്മുടെ ആ ലേക്കിൻ്റെ സൈഡിലോട്ട് നമുക്ക് എസ്കലേറ്റർ വഴി താഴോട്ട് പോകാം. പിന്നെ ഇവിടെ ക്രൂസ് ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നതായിട്ട് ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തില്ല. കാര്യം ഈ ടെൻഷൻ കാരണം നെറ്റിലോട്ടൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് താഴോട്ട് ഇറങ്ങി എല്ലായിടത്തും എസ്കലേറ്റർ പക്ക വർക്കിംഗ് ആടാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി. അത് താഴെ ഫുഡ് കോർട്ട്, അണ്ടർഗ്രൗണ്ടിൽ ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു. എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആ ലേക്കിൻ്റെ സൈഡിലോട്ട് പോകാം. ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. താഴെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ മാസ്കിനോട് ചേർന്ന് തന്നെ ഒരു എസ്കലേറ്റർ ഉണ്ട്. ആ എസ്കലേറ്റർ വഴി താഴോട്ട് ഇറങ്ങിപ്പോകണം. ഇറങ്ങിയതാ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്, കരിക്കുക. നമുക്ക് പറ്റിയ ഫുഡുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കഴിച്ചു. ഇതൊരു ചെറിയ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ, ഭയങ്കര ആശ്വാസം. ആഹാ, ഇവിടെയൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനല്ലേ ആൾക്കാരെല്ലാം ഇരുന്ന് എടുക്കുന്നു. അടിപൊളി. പള്ളിയോട് ചേർന്നുള്ള ഒരു വേ ആണ് ഇതാ. ടേസ്റ്റ് ഓഫ് മൈ ലേവിഷ് മ്യൂസിയം ഫുഡ് കോർട്ട്. ഓ മാൻ, ലവ്ലി. ഇതിൻ്റെ തണ്ണി അടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ അടുത്തിരിക്കുമ്പോഴേ നമുക്ക് ഈ ഫൗണ്ടൻ്റെ വെള്ളം ഇവിടം വരെ സ്പ്രിങ്കിളാവുന്നു. ഇവിടെയാണ് ആ ക്രൂസ് ഷിപ്പ് വരുന്ന സ്ഥലം. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്രൂസ് ഷിപ്പൊന്നും കാണാറില്ല.
അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ കയറി എന്തെങ്കിലുമൊക്കെ കാര്യം ഹസ്നമോക്ക് നല്ല പനി. തണ്ണി ഇനി കാച്ചടിക്ക് പോ. നോക്ക് അടിപൊളി. എല്ലാവരും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നു. അൺഓതറൈസ്ഡ് പേഴ്സൺസ് നോട്ട് അലൗഡ്. കം ഫുഡ് കോർട്ടിലോട്ട് പോവാം. ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോകുന്നു ഗൈസ്. നമുക്ക് പറ്റിയ ഫുഡെല്ലാം ഉണ്ടോയെന്ന് അറിയാൻ വയ്യ ഗൈസ്. ഇതൊക്കെ പല പല പേരുകളൊക്കെ അടിച്ചേക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാം തീർന്നു തോന്നുന്നതാണ്. ഇതൊക്കെ എന്തോന്നാണ് നമുക്ക് അറിയണം. ഈ വയറിനെല്ലാം കേട് വന്നാലും നമുക്ക് വല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ KFC ഉണ്ടെങ്കിൽ KFC ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഈ കോംപ്ലക്സിന് KFC ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് എവിടെയെങ്കിലും പോവാം. എന്നെ അടുത്ത് ചെന്ന് പറയട്ടെ, നമ്മൾ ഇവിടുത്തെ ഫുഡ് ചിലപ്പോൾ പിടിക്കത്തില്ല. എന്തോ പൊട്ടേറ്റയും ചിക്കനൊക്കെ വേറെ രീതിയിലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പാത്രവും കാലിയായി. പക്ഷെ എന്നാലും വല്ല കോഫി മാത്രം കുടിച്ചിട്ട് പെട്ടെന്നൊരു ഫുഡ് കോർണറിലോട്ട് പോവാം. ഓക്കെ വെക്കേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഈ പിള്ളേരെല്ലാം നല്ല കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. സ്കൂളിൽ നിന്ന് മറ്റേ എക്സേഷൻ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ, അത് തന്നെയാണ്. പിന്നെ എവിടെ തിരിഞ്ഞാലും നൂഡിൽസ് കേട്ടോ. മാഗിയാണ് ഇവിടെ ഫേമസ്. കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ കയറി. കോംബ്രോ പറഞ്ഞേ ഇവിടുത്തെ ഫുഡ് ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് മസ്ജിദ് ഇന്ത്യയിൽ പോയിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, എസ്കലേറ്റർ കയറി അങ്ങനെ ഞങ്ങൾ പുത്രയ സ്ഥലത്തോട് ഞങ്ങൾ വിട പറയുകയാണ്. അസ്നാമോള് മാത്രം ബെറ്റർ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ ചാടി നടന്നേനെ. ഞങ്ങൾക്ക് ഒരുപാട് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം വളരെ വളരെ പോരായിപ്പോയി. അവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അതാ അവിടത്തൊക്കെ ആ സ്ഥലങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് അങ്ങോട്ട് പോവുക. കോവംബ്രോയുടെ വണ്ടിയുടെ സൈഡിലോട്ട് ഞങ്ങൾ പോകാൻ പോവാം. അഹമ്മദാബാദിൽ ഇതേമാതിരി ബ്രിഡ്ജിലേക്ക് കോവംബ്രോ in India, where Prime Minister hometown. There is a bridge like this. I heard. I have not seen. ഇതുവരെയ്ക്ക് பார்த்ததில்லை. The building sector பாருங்க எப்படி இருக்குன்னு. That is the building. The Putrajaya building is മൊത്തം. ഇവിടെ എല്ലാം government offices, right? Yes. As this place almost look like Delhi, no? That main way going to the parliament place. Something like അടിപൊളി. Cruise ship is there, but we didn't book the timings. We have very shortage of time. But നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ കോവൻബ്രോ എടുത്ത്. കോവൻബ്രോ നമ്മളെ കൊണ്ട് ശരിക്കും ഓടി വന്ന് അദ്ദേഹത്തിന് അപ്പം എപ്പോഴൊക്കെ ഫ്രീ കിട്ടുമോ അപ്പോഴൊക്കെ വണ്ടി എടുത്തുകൊണ്ട് കാര്യം ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ദൂരെ. അതാ ഇപ്പോൾ എൻ്റെ അടുത്ത് പോലും കോംബ്രോ വന്നിട്ട് വണ്ടിയായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സെക്കൻഡ് തോട്ട് അടിക്കും. കാര്യം 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഓരോ സ്ഥലത്തോട്ട് പോകണം. ബട്ട് ഹീ ഈസ് ടേക്കിംഗ് ഇറ്റ് വെരി ഈസി, ലൈക്ക് ഈവൻ 5 seconds or 5 minutes. I don't know. You are a really wonderful personality.